അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മ മരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞപ്പോഴാണോ ഉപ്പാക്ക് ബോധം വന്നേ. മോളെ കെട്ടിച്ചു വിട്ടു. മകനായി എനിക്ക് പ്രായം 10-23. ഇതൊന്നും അങ്ങേർക്കൊരു ചിന്തയുമില്ലേ? ഉപ്പയുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് മൂത്താപ്പ പറഞ്ഞപ്പോൾ തന്നെ എതിർക്കുകയായിരുന്നു. പുറത്തിറങ്ങാനുള്ള നാണക്കേട്. മക്കൾക്കൊരു കുട്ടിയായി. അപ്പോഴാ ഉപ്പാടെ ഒരു 2ാം കെട്ട്. ഇങ്ങർക്കിത് എന്തിൻ്റെ കേടാണ്? 2ാം കെട്ടിനെക്കുറിച്ച് കേട്ടത് മുതൽ ഭ്രാന്തെടുത്ത പോലെ കുറെ വഴക്കിട്ടു. ഉപ്പ കെട്ടിയാൽ ഞാൻ ഈ വീട് വിട്ടിറങ്ങും വരെ എന്ന് പറഞ്ഞു. എടാ മോനെ, നീയും കുഞ്ഞോളും ചെറിയ കുട്ടികളായിരിക്കുമ്പോഴേ നിങ്ങളുടെ ഉമ്മ പോയതാ. അന്ന് നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വേറെ ഒരു ജീവിതം പോലും കൊതിക്കാതെ ജീവിച്ചു. ഇനി അയാൾക്കും ഒരു ജീവിതം വേണ്ടേ? കുഞ്ഞോള് കല്യാണം കഴിഞ്ഞു പോയി. നാളെ നീയും കൂടി ഒരു ജോലി കിട്ടിപ്പോയാൽ അയാൾ ഒറ്റയ്ക്കാവില്ലേ? നിങ്ങളൊക്കെയല്ലേ ആ ഉപ്പാടെ മനസ്സ് മനസ്സിലാക്കേണ്ടവർ. ആ നിങ്ങൾ തന്നെ ഇങ്ങനെയൊക്കെ പിന്തിരിഞ്ഞാൽ? മൂത്താപ്പ പോലും ഉപ്പയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കണ്ടപ്പോൾ കുറെ എതിർത്തെങ്കിലും മനസ്സില്ലാ മനസ്സോടെ ഒന്ന് മൂളിക്കൊടുത്തു. പക്ഷേ ഒരു കണ്ടീഷൻ. ഇനി ഇങ്ങോട്ട് കയറി വരുന്നവർ 4 ദിവസം കഴിയുമ്പോൾ ഉമ്മ ചമഞ്ഞ് കൂടുതൽ അധികാരം കാണിക്കാനോ എൻ്റെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടാനോ നിന്നാൽ എൻ്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. അവർ ഉപ്പാടെ കാര്യങ്ങൾ നോക്കിയാൽ മതി. കേട്ടല്ലോ? അതൊരു താക്കീതായിരുന്നു. മൂത്താപ്പയും അത് കേട്ട് തലയാട്ടി സമ്മതിച്ചു. മൂത്താപ്പ തന്നെയായിരുന്നു കുഞ്ഞോളെ കൊണ്ട് സമ്മതിപ്പിച്ചതും. അങ്ങനെ ഉപ്പയുടെ കല്യാണ ദിവസം എത്തി. മൂത്താപ്പ കുറെ നിർബന്ധിച്ചു. പള്ളിയിൽ വെച്ചൊരു നിക്കാഹല്ലേ ഉള്ളൂ, വേറെ ആരുമില്ല, നീ കൂടെ വന്നില്ലെങ്കിൽ എങ്ങനെയാ എന്നൊക്കെ. പക്ഷേ എനിക്കൊറ്റ വാക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഉപ്പയുടെ 2ാം കെട്ടിന് വരാനൊന്നും എന്നെ കിട്ടില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞ് അവരുടെ കയ്യും പിടിച്ചുപ്പ ഉമ്മറം കയറുമ്പോൾ ഉള്ളിലേക്ക് ഓടി വന്ന മൂത്താപ്പ, അവർ വന്നു, നിനക്കൊന്ന് പുറത്തേക്ക് വന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പുച്ഛത്തോടെ അസമയം നിന്നു. പുറത്തു വന്ന് ആനയിക്കാൻ അവർ കെട്ടിലമ്മയുമൊന്നുമല്ലല്ലോ. ഉപ്പയുടെയും വീടിൻ്റെയും കാര്യങ്ങൾ നോക്കാൻ ഒരു വേലക്കാരി, അത്രയുള്ളൂ. എൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മൂത്താപ്പാക്കും ദേഷ്യം വന്നിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സന്ദർഭമായതുകൊണ്ട് കയർത്തൊന്നും പറയാതെ മൂത്താപ്പ ഉമ്മറത്തേക്ക് ചെന്നു. എന്തായാലും ഉപ്പ കെട്ടിക്കൊണ്ടുവന്ന ആളല്ലേ, ആ ഉമ്മച്ചിയെ ഒന്ന് കണ്ടേക്കാം എന്ന് കരുതി പിറകെ ഞാനും ഹാളിലെത്തുമ്പോൾ ഉപ്പാടൊപ്പം കയറി വരുന്ന ആളെ കണ്ട് എൻ്റെ കണ്ണുകൾ വികസിച്ചു. തൊണ്ടയാകെ വരണ്ട പോലെ. ഇതുതന്നെയാണോ ഉപ്പ കെട്ടിയ പെണ്ണ് എന്ന് സംശയത്തോടെ ഒന്നുകൂടെ നോക്കി. ആ, ഇത് തന്നെ എൻ്റെ പൊന്നോ എന്ന് മനസ്സിലോർത്തപ്പോൾ തന്നെ ശരീരത്തിലാകെ ഒരു ഉണർവ്. 10-55 വയസ്സായ ഉപ്പയുടെ കൂടെ പ്രതീക്ഷിച്ചത് ഒരു 50 വയസ്സുകാരിയാണെങ്കിൽ മുന്നിൽ നിൽക്കുന്നവർക്കൊരു 35 വയസ്സുണ്ടാകൂ. മനസ്സിലെ ചിന്ത പിടിവിട്ട് നിൽക്കുന്ന സമയം. മുന്നിലൂടെ പോയ അവർ എന്നെ നോക്കിയൊന്ന് ചിരിച്ചെന്ന് തോന്നുന്നു. പിന്നീട് അവരുടെ സാമീപ്യമെല്ലാം എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പലവട്ടം തോന്നിയിട്ടുണ്ട്. ഒന്ന് മുട്ടിയാൽ തുറക്കപ്പെട്ടാലോ എന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അബദ്ധമായാൽ ഉണ്ടാകുന്ന നാണക്കേടോർത്ത് എല്ലാം ഉള്ളിലൊതുക്കി. 2ാനുമ്മയെ പിറന്നപടി ഒന്ന് കാണണമെന്ന മോഹം കൊണ്ടെത്തിച്ചത് കുളിമുറിയിൽ സെറ്റ് ചെയ്ത മൊബൈൽ ക്യാമറയിലായിരുന്നു. അവർ കുളിക്കും മുമ്പ് എല്ലാം സെറ്റാക്കി പുറത്തിറങ്ങുമ്പോൾ രാത്രി കണ്ടുരസിക്കാൻ 2ാനുമ്മയുടെ നഗ്നതയായിരുന്നു മനസ്സിൽ നിറഞ്ഞാടിയത്. കണ്ട നാൾ മുതൽ കൊടിച്ച ആഘാരവടിവ് തൻ്റെ വികാരങ്ങളെ ഉണർത്താൻ പോകുന്നതോർത്തപ്പോൾ എൻ്റെ ശരീരത്തിൽ വല്ലാത്തൊരു കുളിർവ് പൊതിഞ്ഞു. വീഡിയോ കയ്യിൽ കിട്ടിയാൽ പിന്നെ അത്. മനസ്സിൽ കണക്കുകൂട്ടലുകൾ പലതായിരുന്നു, അവരെ പ്രാപിക്കുന്നതുൾപ്പെടെ. പക്ഷേ സംഭവിച്ചതെല്ലാം പ്രതീക്ഷിച്ചതിന് വിപരീതമായിരുന്നു. കുളിക്കാൻ ബാത്റൂമിൽ കയറിയ അവർ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി എൻ്റെ റൂം ലക്ഷ്യമാക്കി വരുമ്പോൾ ഞാൻ കണ്ടിരുന്നു അവരുടെ കയ്യിൽ ഞാൻ സെറ്റ് ചെയ്തു വെച്ച മൊബൈൽ ഫോണും. അതുമായി അവർ വരുന്നത് എൻ്റെ റൂം ലക്ഷ്യമാക്കിയാണെന്ന് മനസ്സിലായപ്പോൾ ഉള്ളൊന്ന് കാളി. അവരത് ഉപ്പയോട് പറഞ്ഞാൽ പ്രശ്നം വഷളാകും. അതിനു മുമ്പേ അവരെ ഭീഷണിപ്പെടുത്തി നിർത്താമെന്ന ചിന്തയോടെ ഓടി വാതിൽക്കലെത്തുമ്പോൾ മുമ്പിൽ അവരായിരുന്നു. എന്താ റഹീമേ ഇത്? അവർ എനിക്ക് നേരെ മൊബൈൽ നീട്ടിക്കൊണ്ട് ചോദിക്കുമ്പോൾ ഒന്നും അറിയാത്തവനെ പോലെ ആശ്ചര്യപ്പെട്ടു ഞാൻ. ആ, ഇതെൻ്റെ മൊബൈലാണല്ലോ, ഇതെവിടുന്ന് കിട്ടി? ഞാനിത് ഇവിടെ തിരയാത്ത സ്ഥലമില്ല എന്ന് പറഞ്ഞ മൊബൈൽ വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അവർ കൈപ്പിൻ വലിച്ചുകൊണ്ട് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ക്യാമറ ഓണാക്കി കുളിമുറിൽ വെച്ച ഫോൺ ഇവിടെ തിരഞ്ഞാൽ കിട്ടോ റഹീമേ? കൊള്ളാം. ഞാനിവിടെ കയറി വന്ന ആ നിമിഷം മുതൽ എനിക്കൊരു മകനുണ്ട് എന്നാണ് എൻ്റെ മനസ്സിൽ ഞാൻ പഠിപ്പിച്ചത്. പക്ഷെ നീ എന്നെ കാണാൻ ആഗ്രഹിച്ചത്. അത് പറയുമ്പോൾ അവരുടെ വാക്കുകളൊന്നും ഇടറി. നിനക്കെന്നെ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുന്നതെന്ന് മനസ്സിലായി. അതുകൊണ്ട് നീ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നടക്കട്ടെ, ഞാൻ റൂമിലുണ്ടാകും. അതും പറഞ്ഞവർ തിരികെ നടക്കുമ്പോൾ 1000 പൂത്തിരി ഒന്നിച്ചു കത്തിയ പ്രതീതിയായിരുന്നു റഹീമിൻ്റെ മനസ്സിൽ. ഇത്ര പെട്ടെന്ന് കാര്യം ശരിയാകുമെന്ന് കരുതിയില്ല. അല്ലെങ്കിൽ തന്നെ ഈ പ്രായത്തിൽ അവർക്കും ഉണ്ടാകില്ലേ വികാരങ്ങൾ? ഞാൻ വേഗം ഗൾഫ് സ്പ്രേ ഒന്ന് നീട്ടിയടിച്ചു ശരീരത്തിൽ. രതിലോകത്ത് സുഗന്ധത്തിനുള്ള സ്ഥാനം വലുതാണല്ലോ. പിന്നെ അവർ പോയതിനു പിന്നാലെ ഉപ്പയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. പതിയെ ചാരിയ വാതിൽ തുറന്ന് അകത്തേക്ക് കിടക്കുമ്പോൾ അവർ മുടിച്ചീകി ഒതുക്കുകയായിരുന്നു. ഉമ്മ ഇടാറുള്ള അതേ സാരിയായിരുന്നു വേഷം. വാ, വന്നിരിക്കെ. അവർ എന്നെ അകത്തേക്ക് ക്ഷണിക്കുമ്പോൾ എന്തോ അതുവരെ ഇല്ലാത്തൊരു വെല്ലായിക. എങ്കിലും ഞാൻ ആ കട്ടിലിരുന്നു.
ഇതിനു മുമ്പ് ഉമ്മയ്ക്കൊപ്പം മാത്രമായിരുന്നു ആ കട്ടിലിൽ ഇരുന്നിരുന്നത്. ഞാൻ പതിയെ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ അവർ ഭിത്തിയിൽ തൂക്കിയിട്ട ഉമ്മയുടെ ഫോട്ടോ ഒന്ന് തുടച്ചുകൊണ്ട് ടേബിളിൽ വെച്ചു. അപ്പോൾ ഇനി വൈകിക്കേണ്ട റഹീമേ, നീ ആഗ്രഹിച്ചതെന്തോ അത് നടക്കട്ടെ. അവർ ഒരു കൂസലില്ലാതെ പറയുമ്പോൾ ആദ്യമായി എനിക്ക് വല്ലാത്ത മടി തോന്നി. നിന്റെ ഉപ്പയുടെ കൈപിടിച്ച് ഞാൻ ഈ മുറിയിലേക്ക് വരുമ്പോൾ അത് നിന്റെ ഉമ്മയായിട്ട് കൂടിയായിരുന്നു. നിന്റെ ഉമ്മയെപ്പോലെ എനിക്കാകാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്റെ ഉമ്മയുടെ മാറിടങ്ങൾ കണ്ട് നീ ഇതുപോലെ കൊതിച്ചിട്ടുണ്ടോ റഹീമേ? കണ്ടില്ലേ ഈ ഫോട്ടോ? ഇവർക്ക് മുമ്പിൽ വെച്ച് ഇവർ പാതി വഴിക്ക് ഇട്ടേച്ചു പോയി വന്ന അതേ സ്ഥാനം ഏറ്റെടുക്കാൻ വന്ന എന്നോട് നിനക്കെങ്ങനെ ഒരു വികാരം തോന്നണമെങ്കിൽ നിന്റെ ഉമ്മയോട് നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാകണം. നിന്നെ ആശ്വസിപ്പിക്കാൻ നെഞ്ചിലേക്ക് ചേർത്തു പിടിക്കുമ്പോൾ ആ മാറിടം നിന്നെ കൊതിപ്പിക്കണമെങ്കിൽ ഉമ്മ എന്ന വാക്ക് നിന്നിൽ ഒരിക്കലും പൂർണ്ണമല്ല. നിനക്കൊപ്പം ചേർന്ന് കിടക്കുമ്പോൾ നീ ആഗ്രഹിക്കുന്ന പെണ്ണിന്റെ ചൂടായിരുന്നു നിനക്ക് ഉമ്മയിൽ നിന്നും കിട്ടിയത്. എങ്കിൽ അതേ ചൂട് നിനക്ക് എൻ്റെ ശരീരത്തിൽ നിന്നും കിട്ടുമായിരിക്കും. അവർ പറയുന്ന വാക്കുകൾക്ക് മുമ്പിൽ ഒന്നും പറയാൻ കഴിയാതെ തൊണ്ട വരണ്ട് നിൽക്കുമ്പോൾ നിലയ്ക്കാത്ത ആ വാക്കുകൾ പിന്നെയും നെഞ്ചിൽ ആഞ്ഞുകുത്തി. പെണ്ണെന്ന വാക്കിന് നീയൊക്കെ കാണുന്ന അർത്ഥം തന്നെയാണ് റഹീമെ ഈ നാടിന്റെ ശാപം. നിന്നെപ്പോലെ പ്രായപൂർത്തിയായ ഒരു ആൺകുട്ടി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതെങ്കിൽ നിനക്ക് ചിന്തിക്കാമായിരുന്നു ഒരു പെണ്ണാഗ്രഹിക്കുന്നത് സ്നേഹവും സംരക്ഷണവും കൂടിയാണെന്ന്. ഉപ്പ രണ്ടാമത് കെട്ടിയവളെ ഉമ്മയായി അംഗീകരിക്കേണ്ട, വേലക്കാരിയായി കണ്ടോളൂ, പക്ഷേ ഒരുമ്പെട്ടവളായി കാണരുത്. നിന്നിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചതൊരു മകനെയാണ്, എന്നിൽ നിന്ന് നീ ആഗ്രഹിച്ചത് വെറുമൊരു പെണ്ണിന്റെ ചൂടും. ഒരിക്കലും ചേർത്ത് പിടിക്കാൻ കഴിയാത്ത രണ്ട് ദിശകൾ. അതുകൊണ്ട് നിന്റെ ആഗ്രഹം ഇനിയും അതാണെങ്കിൽ ആ വാതിലടച്ചേക്ക്. സാക്ഷിയായി നിന്റെ ഉമ്മയുണ്ടല്ലോ ഇവിടെ. പെറ്റുമ്മയുടെ മുല കുടിച്ച് വളർന്നവൻ പോറ്റുമ്മയെ ആഗ്രഹിക്കുന്നത് തെറ്റായ കണ്ണിലാണെങ്കിൽ പിന്നെ. അവർ പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എൻ്റെ തെറ്റെത്ര വലുതാണെന്ന് അറിഞ്ഞ നിമിഷം. മാപ്പ് എന്ന വാക്കുകൊണ്ട് പോലും കഴുകിക്കളയാൻ പറ്റാത്ത അഴുക്ക് നിറഞ്ഞ മനസ്സിലെ ശപിച്ചുകൊണ്ട് അവർക്ക് മുമ്പിൽ കൈകൂപ്പുമ്പോൾ ആ കയ്യിൽ മുറുകെ പിടിച്ചവർ എൻ്റെ കണ്ണുകൾ നിറഞ്ഞത് കണ്ട് അവരൊന്ന് പുഞ്ചിരിച്ചു. എല്ലാം ക്ഷമിക്കാൻ കഴിയുന്ന ഉമ്മയുടെ പുഞ്ചിരി കണ്ട പോലെ. പതിയെ അവർ എന്നെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചപ്പോൾ ഞാൻ അവരുടെ മാറിലേക്ക് ഒതുങ്ങി. പക്ഷേ അവിടെ എനിക്ക് തോന്നിയത് വികാരമല്ലായിരുന്നു, ഉമ്മയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ പോലെ ഒരു കുളിരായിരുന്നു. ഉമ്മയ്ക്ക് മാത്രം നൽകാൻ കഴിയുന്ന സ്നേഹത്തിൻ്റെ കുളിര്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ഉമ്മമാർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.